നമസ്കാരം നിഷ്ഠാരം. പ്രചരണം ഞാൻ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. എന്താ പാരഡി ഞാൻ നേരിട്ടുണ്ട്, ഫ്ലെക്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഭരണ വഴിക്ക് കരമനയിൽ സംസ്കൃതത്തിൽ ഒരു പ്രചരണം എന്തുകൊണ്ടാണ് അങ്ങനെ? കരമനയുടെ ചരിത്രം എന്ന് പറയുന്നത് 18ഓളം അഗ്രഹാരങ്ങൾ ചേരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് സംസ്കൃത ഭാഷ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു പ്രദേശമാണ്. വേദ പഠനശാലകൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ്. കാരണം വേദം പഠിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വേദം പഠിക്കണമെങ്കിൽ സംസ്കൃതം കൃത്യമായി ആ ഉച്ചാരണ ശക്തിയോടുകൂടി ശുദ്ധിയോടുകൂടി അത് പറയാൻ പഠിക്കണം. എങ്കിലേ വേദം കൃത്യമായിട്ട് അത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരുപാട് ചെറുതും വലുതുമായ പഠനശാലകളുണ്ട്. സംസ്കൃതത്തോടൊപ്പം തന്നെ വേദപഠനം പഠിപ്പിക്കുവാനുള്ള പഠനശാലകളും നിരവധിയുണ്ട്. ഈ അഗ്രഹാരങ്ങളിലുള്ള പരസ്പരം വീട്ടമ്മമാരടക്കം വിദ്യാർത്ഥികളടക്കം അവിടുത്തെ ആണുങ്ങളടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് സംസ്കൃതം തന്നെയാണ്. അതായത് എല്ലാവർക്കും പൂർണ്ണമായിട്ടും സംസ്കൃതം ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിലും അത് പറഞ്ഞ് അത് സംസ്കൃതത്തിൻ്റെ പ്രചരണാർത്ഥം ആ ഭാഗങ്ങളിലെല്ലാം ഈ തരത്തിലുള്ള പ്രചരണം നടത്താറുണ്ട്. ഈ സംസ്കൃതം ഓരോ വ്യക്തികൾ എല്ലാം നമ്മൾ ചെറുതും വലുതുമായ 80 വയസ്സായ മാമിമാരടക്കം 5 വയസ്സായ കുട്ടികളടക്കം അവർ കളിക്കുമ്പോൾ പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് സംസ്കൃതമാണ്. കഴിഞ്ഞ 2015 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടുത്തെ അമ്മമാരും സഹോദരിമാരും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഗുരുജനങ്ങളായ വോട്ടർമാരൊക്കെ പറഞ്ഞു, കരമനരാജ്യത്ത് ജയിച്ചു വന്നു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ നിങ്ങളൊന്ന് സത്യപ്രതിജ്ഞ ചെയ്താൽ കൊള്ളാമെന്ന് എന്നോടൊരു ആശയം വെച്ചായിരുന്നു. ഞാൻ അപ്പോൾ അവർക്ക് കൊടുത്ത വാക്കാണ്, ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ചരിത്രത്തിലാദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു കൗൺസിലർ തിരുവനന്തപുരം നഗരസഭയിൽ അനന്തപത്മനാഭന്റെ തിരുമുറ്റത്തുള്ള ഈ നഗരസഭയ്ക്കകത്ത് ഞാൻ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഭഗവാന്റെ കടാക്ഷത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണെന്ന് പറയാം. ഏകദേശം 1200ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം സബലീകരിച്ചു കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം എന്നിലുണ്ട്. തീർച്ചയായിട്ടും സംസ്കൃതത്തിൻ്റെ പ്രചരണാർത്ഥം അത്തരത്തിൽ ഒരു ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാനത് സത്യപ്രതിജ്ഞ ചെയ്തതും സംസ്കൃത ഭാഷയിൽ തന്നെയാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. അന്ന് ഒരുപാട് വാർത്താ മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെയധികം പ്രചാരം കൊടുത്തിരുന്നു. സംസ്കൃതത്തിൽ കേരളത്തിൽ ആദ്യമായി സംസ്കൃതത്തിൽ ഒരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബോക്സ് ന്യൂസുകൾ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഇവിടെ ഉള്ള ആൾക്കാർക്കും അതൊരു വലിയ ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു. അതിനുശേഷം 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം 16ഓളത്തോളം പേര് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റൊരു ചരിത്രം കുറിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ തന്നെ നിങ്ങൾ അങ്ങോട്ടും കൂടെ ഹിന്ദിയിൽ പ്രചരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, തമിഴിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ കന്നഡ ഭാഷയിൽ ചുവരെഴുത്തുകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും, പ്രചരണവും അത്തരത്തിലുണ്ടായിരിക്കും. പക്ഷെ സംസ്കൃതത്തിൽ ഞാനിപ്പോൾ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, സംസ്കൃതത്തിൽ ഒരു പ്രചരണം നടന്നിട്ടുണ്ട് എന്ന് എൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ 40 വർഷക്കാലം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരവധി വർഷങ്ങളായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ സംസ്കൃതത്തിൽ ഒരു പ്രചരണം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തകരുടെ എല്ലാവരുടെ ആശയം ഉന്നയിച്ചു, നമ്മൾ സംസ്കൃതത്തെ തന്നെ അവിടെ അഗ്രഹാരങ്ങളിൽ പ്രധാനപ്പെട്ട സിംഗിൾ സ്ട്രീറ്റ് ഒറ്റ സ്ട്രീറ്റിലാണ് ഈ പ്രചരണം നമ്മൾ നടത്തിയിട്ടുള്ളത്. സംസ്കൃതത്തിൽ തന്നെ അദ്ദേഹത്തിനെ വിജയിപ്പിക്കുക എന്നുള്ള അർത്ഥം വരുന്ന ഒരു തരത്തിൽ സംസ്കൃത ഭാഷയിൽ തന്നെ എഴുതിയിരിക്കുന്നതും ഹിന്ദി അല്ലാതെ അത് സംസ്കൃത ഭാഷയാണ്. സംസ്കൃത ഭാഷയിൽ തന്നെ നമ്മൾ പ്രചരണം നടത്തിയപ്പോൾ ഇങ്ങനെ സംസ്കൃത പ്രചരണം നടത്തുമ്പോൾ വോട്ടർമാരെ മനസ്സിൽ സന്തോഷം, അവരുടെ പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും നിങ്ങൾ ആ ചിത്രം നോക്കിയാൽ ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ് അതുപോലെ തന്നെ ഹിന്ദു, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങൾ അവിടെ വന്ന് അത് ഫോട്ടോസ് എടുത്തായിരുന്നു. ആകാംക്ഷയോടുകൂടി ഒരു കൗതുകത്തോടു കൂടിയാണ് അവിടുത്തെ ആൾക്കാർ അതിനെ ഒന്ന് വീക്ഷിക്കുന്നത്. നിന്ന് സംസ്കൃതം വായിക്കാൻ അറിയാന്നുള്ളവർ നിന്ന് വായിക്കുകയും സംസ്കൃതം അറിഞ്ഞൂടാത്തവരൊരു കൗതുകത്തോടെ കാണുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് ഒരു വലിയൊരു നമ്മളിപ്പോൾ പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഭാഷ, ആ ഭാഷ വേദഭാഷ, ആദിഭാഷ
ഭാഷ, ആ ഭാഷയെ പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ കൂടി കൊണ്ടുവന്നപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ എന്നെ നേരിൽ കണ്ടും ഫോണിൽ കൂടെയും ഒരുപാട് പേര് എന്നെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്ത കാര്യം വാട്സപ്പിലും ഫേസ്ബുക്കിലും കൂടെ കൊടുത്ത സമയത്ത് നിരവധി ആൾക്കാർ പാലക്കാട് നിന്നും ഈ സംസ്കൃതവുമായി ബന്ധപ്പെട്ടുള്ള പല ആൾക്കാരും എന്നെ ബന്ധപ്പെടുകയും പിന്നെ ഈ ചെയ്ത പ്രവൃത്തിയോട് അല്ലെങ്കിൽ ഈ പ്രവർത്തനം പ്രചരണത്തോട് വളരെയധികം അഭിനന്ദനാർഹമായ കാര്യമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രചരണം കണ്ടിട്ട് എതിർ സ്ഥാനത്തിൽ ഇതിനെ തോപ്പിയടിക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു രണ്ട് മുന്നണികളാണല്ലോ ഉള്ളത്. ഇടതുപക്ഷമായിരുന്നാലും അതുപോലെ തന്നെ UDF ആയിരുന്നാലും അവർ ഈ സംസ്കൃതത്തിൽ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പ്രചരണം നടത്തിയതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി രാഷ്ട്രീയത്തിലോട്ട് വരാം. ഓക്കെ. രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു. 15 വർഷം ശശി തരൂർ മത്സരിച്ച മണ്ഡലം, 3 പ്രാവശ്യം തിരുവനന്തപുരത്ത് വൻ ഭൂരിപക്ഷത്തിൽ മത്സരിച്ചൊരു മണ്ഡലം. ഈ പ്രാവശ്യം തിരുവനന്തപുരം എന്നോട്ടാണ് ചിന്തിക്കുന്നത്? മറ്റൊരു കാര്യം പറയാം, ഒരു സിറ്റിംഗ് എം പി മത്സരിക്കുകയാണ്, ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കുകയാണ്, മുൻ MP മത്സരിക്കുകയാണ്. എന്നോട്ടാണ് തിരുവനന്തപുരം ചിന്തിക്കണം ഇനി ജനം? തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രബുദ്ധതയുള്ള ജനമാണ്. അവർ ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ 15, നിങ്ങൾ ചോദിച്ചല്ലോ, 15 വർഷക്കാലം ശശി തരൂർ പിന്നെ ഇവിടുത്തെ MP ആയിരുന്നു. ഈ 15 വർഷക്കാലം കൊണ്ട് ഈ ശശി തരൂരിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം 2009 തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് ഞാൻ ഈ തിരുവനന്തപുരം പാർലമെന്റിന്റെ പബ്ലിസിറ്റിയുടെ കൺവീനറായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ 100 ദിവസത്തിനകത്ത് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വർഷം 15ആയി, ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവന്നു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് ഒരു സുന്ദര നഗരമാക്കും, ബാഴ്സലോണ സിറ്റി പോലെ ഒരു ഇരട്ട നഗരമാക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഇരട്ട മരങ്ങൾ ഇന്നലെ 1 മണിക്കൂറാണ് മഴ പെയ്തത്. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ 1 മണിക്കൂർ മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ട് നമ്മുടെ വിവിധ ഭാഗങ്ങളുണ്ടായി. ഇന്നത്തെ മുഴുവൻ പത്രങ്ങളിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറേ ചെയ്തിട്ടുള്ളൂ. ഈ വെള്ളക്കെട്ട്, അതിനൊരു പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ ഇരട്ട നഗരം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് കാരോട് ബൈപ്പാസ് എന്റെ നേട്ടമാണ് എന്ന് അദ്ദേഹം ഒരു വികസന പത്രികയിൽ ഞാൻ കണ്ടു. ഞാനിന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ 44 വർഷമായി അവിടെ കാരോട് ബൈപ്പാസിന്റെ സ്ഥലം എടുത്തു കഴിഞ്ഞിട്ട് വിവിധങ്ങളായ സർക്കാരുകൾ ഭരണം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് LDFന്റെയും സപ്പോർട്ട് കൂടി ഒരു ഗവൺമെന്റും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു ശതമാനം പോലും കാരോട് ബൈപ്പാസ്, ആ ബൈപ്പാസിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി, റോഡ് പിന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ശതമാനം പോലും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് അത് കൊണ്ടുവരാൻ സാധിച്ചത്. അത് ഒരിക്കലും ശശി തരൂരിന്റെ ഒരു ക്രെഡിറ്റ് ആയിട്ടില്ല. ശശി തരൂരിന്റെ ക്രെഡിറ്റ് ആണെങ്കിൽ ശശി തരൂർ 2009 മുതൽ 2014 വരെ നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റിലെ MP ആയിരുന്ന സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ, ഇപ്പൊ തുറമുഖം കൊണ്ടുവന്നാൽ, തുറമുഖം അദ്ദേഹം പറയണം ഞാനാണ് കൊണ്ടുവന്നത്, തുറമുഖം ഞാനാണ്. പക്ഷെ ഈ കഴിഞ്ഞ 2009 മുതൽ 2014 വരെ അദ്ദേഹത്തിന് തുറമുഖമായിരുന്നാലും ശരി തന്നെ, പിന്നെ കാരോട് ബൈപ്പാസ് ആയിരുന്നാലും ശരി തന്നെ ഇത്തരം പ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരം തിരുവനന്തപുരത്തിന്റെ ഇത്തരം സമഗ്രമായ വികസനത്തിന് തുടക്കം കുറിച്ചത്. അത് 1% പോലും ശശി തരൂരിന് അവകാശപ്പെടാൻ പറ്റുന്നില്ല. അത് നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതി തന്നെയാണ്. മറ്റൊരു കാര്യം, താങ്കൾ പറഞ്ഞു 2009 അധികാരത്തിൽ വന്നപ്പോൾ 100 ദിവസത്തിനകത്ത് ഹൈക്കോടതി ബെഞ്ച് വരും എന്ന് പറഞ്ഞു. തിരുവനന്തപുരം സിറ്റി വേറെ മറ്റൊരു സിറ്റിയാന്ന് പറയും. ഇത് നടത്തിയില്ല. പിന്നെ വീണ്ടും ജനം എന്തിനു ജയിപ്പിച്ചു ശശി തരൂരിനെ? 2 പ്രാവശ്യം വീണ്ടും ജയിക്കുകയാണ്. അതെ, രണ്ടാമത്തെ വിഷയം അത് 2014 വിഷയമാണ്. 2014 ജയിച്ചു. അത് അദ്ദേഹം 2009 ജയിച്ചതിന്റെ 4 ഭൂരിപക്ഷം പോലും ഇല്ലാതെ ഇഴഞ്ഞാണ് അദ്ദേഹം ജയിച്ചത്. 2014 O രാജഗോപാൽ 14,846 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. തീർച്ചയായിട്ടും ജനം ചിന്തിച്ചതിന്റെ അടിസ്ഥാനം 2019 1 ലക്ഷത്തിന് അടുത്ത വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചു. വീണ്ടും വീണ്ടും ജയിച്ച ഭൂരിപക്ഷം 2019 അത് അന്നത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്ന് പത്രങ്ങളല്ല സർവേകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ ജയിക്കും തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ ജയിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അത് ആരാണെന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല.
ഒരു വിഭാഗം, ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ഇവിടെ വിരിയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട്. ഒരു ജനവിഭാഗം മാത്രമല്ല, സാമുദായികമായ സംഘടിതമായ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, അന്നത്തെ UDF-ന്റെയും LDF-ന്റെയും വോട്ടിൻ പാറ്റേൺ നിങ്ങൾ എടുത്ത് നോക്കണം. ആർക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. LDF പിടിക്കേണ്ട വോട്ടുകൾ മുഴുവൻ പിടിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് പിടിച്ചിട്ടില്ല? അതാണ് ഞാൻ പറഞ്ഞത്, BJP ജയിക്കാൻ പാടില്ല. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് 2019 ഇവിടെ സംഭവിച്ചത് ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ അന്നത്തെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് വിലയിരുത്തുന്ന സമയത്ത് കൃത്യമായി നമുക്കത് കാണാൻ സാധിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷെ ഇപ്പോഴതല്ല സ്ഥിതി. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ, അത് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ള, ഇംഗ്ലീഷ് പാഠവമുള്ള ആൾക്കാർ, ചെറുപ്പക്കാരൻ, മറ്റൊന്ന് അദ്ദേഹത്തെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നൻ, മറ്റൊന്ന് പറഞ്ഞത് അയാൾക്ക് അഴിമതി കാണിക്കേണ്ട ആവശ്യമില്ല, കോടീശ്വരൻ. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ അന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ എന്തുകൊണ്ട് അത് പറയുന്നില്ല? ശശി തരൂർ സംസാരിക്കുന്നതിനെക്കാട്ടി സ്പ്ലൻഡായിട്ട് ആര് സംസാരിക്കും? രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കും. ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. അദ്ദേഹത്താൽ സാമ്പത്തികത്തിന് അഴിമതി കാണിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞതല്ല, അവര് തന്നെ പറഞ്ഞു, ശശി തരൂർ തന്നെ പറഞ്ഞതാണ്, ശശി തരൂരിന്റെ ആൾക്കാർ തന്നെ പറഞ്ഞാണ്, UDF-ന്റെ ആൾക്കാർ തന്നെ പറഞ്ഞാണ് ശശി തരൂരിനെ ഇവിടെ നിന്നും പണം കട്ടുകൊണ്ട് പോകേണ്ട, അഴിമതി കാണിക്കേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷെ അദ്ദേഹത്തിനെക്കാട്ടി 10 സാമ്പത്തിക സ്രോതസ്സുള്ള ആളാണ് ശശി തരൂർ. അപ്പൊ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന് ഒരു കാരണവശാലും അത്തരത്തിൽ കാണിക്കും. ഇവർ പറഞ്ഞ 3 കാര്യങ്ങളും ഇപ്പോൾ യാഥാർത്ഥ്യം നോക്കിക്കഴിഞ്ഞാൽ അത് രാജീവ് ചന്ദ്രശേഖരന് അവർ പറഞ്ഞത് തന്നെ അവർക്ക് ഇപ്പൊ തിരിച്ചടിയായിരിക്കുകയാണ്. ജനങ്ങളോട് അവർക്ക് ചോദിക്കുമ്പോൾ പലരും പറയുന്നു, നിങ്ങളെ ഒരു കാലത്ത് ഞങ്ങൾ ജയിപ്പിച്ചു, ഇനി രാജീവ് വരട്ടെ, മാറ്റം വരട്ടെ. ജനം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, മാറ്റം വരുത്തുന്നത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ, നിരവധി സമൂഹത്തിന് ആവശ്യമായ സമഗ്രമായ വികസനം. തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർ പറഞ്ഞല്ലോ, ഇത് എപ്പോഴും ഒരു വികസ്വര രാജ്യമായിരിക്കുമെന്ന്. ഭാരതം ഒരിക്കലും ഒരു വികസിത രാജ്യമാകില്ല. അവർക്ക് അതിന് കഴിയില്ല. കാരണം ഈ 1947 ഭാരതത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് ഇതൊരു വികസ്വര രാജ്യമായിട്ട് മാത്രമേ നിലനിൽക്കാൻ, വികസിത രാജ്യമാകില്ല എന്ന്. നിങ്ങൾ നോക്കണേ, ആ ബ്രിട്ടനെ പിന്തള്ളിക്കൊണ്ട് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ ഭാരതം 5ാം സ്ഥാനത്ത് വന്നു. ഇനി അത് നമ്മൾ നരേന്ദ്രമോദി പറയുന്നത് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സമസ്ത മേഖലകളിലും നമുക്ക് വികസനം നടപ്പിലാക്കും. വികസനം തന്നെ നമുക്ക് മതമുണ്ട്. ഞാൻ പറയും, നമുക്ക് മതമുണ്ട്. നമ്മുടെ മതം എന്ന് പറയുന്നത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നുമല്ല. നമ്മുടെ മതം വികസനമാണ്. നമ്മുടെ മതം എന്ന് പറയുന്നത് വികസനമാണ്. ആ വികസനമാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വികസനത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയും പൂർത്തീകരണത്തിന് വേണ്ടിയും 3ാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു വലിയൊരു ജനസമൂഹം നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. അത് വീടാന്തരം നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി 3ാമതും അധികാരത്തിൽ വരണമെന്ന് ചിന്തിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളുണ്ട്. അതിൽ ഒരു മതവുമില്ലാതെ, ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതായിരുന്നാലും ഹിന്ദു സമുദായത്തിൽപ്പെട്ടതായിരുന്നാലും ശരി തന്നെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടതായിരുന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ ഡോർ ടു ഡോർ സമ്പർക്കം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തിരുവനന്തപുരത്തിന് മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം. ഇലക്ഷൻ നടത്തുമ്പോൾ പെട്ടി പൊട്ടിക്കുമ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് പെട്ടിപ്പൊട്ടും BJP വൻ കുതിപ്പാണ്. തിരുവനന്തപുരം നഗരം, നേമം, പൂജപ്പര, വെല്ലുവിള, തിരുമല. പക്ഷേ തുറമുഖം ഏരിയ, നെയ്യാറ്റിൻകര, പാറശാല, വെള്ളറട, ശാന്തിമുഖം, വലിയതുറ, ആ ഏരിയ തുറക്കുമ്പോൾ BJP താരോട്ടാണ്. ശശി തരൂർ ഇപ്പോഴും പറഞ്ഞു വെച്ചാൽ, നഗരത്തിൽ ജനം എന്നെ കൈവിട്ടാലും മത്സ്യത്തോലും എന്നെ കൈവിടില്ല. ആ ആത്മവിശ്വാസം ഇപ്പം ശശി തരൂരുണ്ട്. എന്തുകൊണ്ട് BJPക്ക് അവിടെ വോട്ട് പിടിക്കാൻ പറ്റുന്നില്ല? കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പം ശശി തരൂരിന്റെ ഇപ്പോഴത്തെ ഈ വിശ്വാസം, ആ വിശ്വാസം രക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാല്, ചില പ്രദേശങ്ങളിൽ പോകുമ്പോൾ അതേ മത്സ്യത്തൊഴിലാളികൾ തന്നെ അദ്ദേഹത്തിനോടുള്ള പ്രതികരണം എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾ നമുക്ക് കാണാൻ മനസ്സിലാക്കും. കാരണം അവർ കൈവിട്ടു
കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഇവർ വാഗ്ദാനം കൊടുത്ത എല്ലാ വാഗ്ദാന ലംഘനങ്ങളും ലംഘിക്കപ്പെട്ട ഒരു എം പിയാണ് തിരുവനന്തപുരം പാർലമെന്റിന്റെ എം പി ആയിരുന്ന ശശി തരൂർ എന്ന് അവിടുത്തെ ജനം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്കറിയാലോ, നമ്മുടെ പൊഴിയൂർ ഭാഗത്തുള്ള പിന്നെ വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്നതുമായി ബന്ധ പുലിമുട്ട് സ്ഥാപിക്കുന്നതുകൊണ്ട് നമ്മൾ അന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടില്ല, ചട്ടലംഘനമില്ല. ഇന്നാണെങ്കിൽ പറഞ്ഞില്ല ചട്ടലംഘനമാണെന്ന്. പക്ഷേ നമ്മളൊന്ന് നോക്കണേ, അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു. ഒരു ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് ഒറ്റ പോളിൽ നിന്ന് തന്നെ ഒറ്റ ഇടപെടലിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വികസനമാണ്, ആ വികസനം നടപ്പിലാക്കുവാൻ കെൽപ്പുള്ള, കഴിവുള്ള, പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ഇപ്പോൾ ഈ കടലോര മേഖലകളിൽ നിങ്ങൾ പറഞ്ഞല്ലോ, കോവളമായിരുന്നാലും ശരി തന്നെ, നെയ്യാറ്റിങ്കരായിരുന്നാലും ശരി, പാറശാലയായിരുന്നാലും ശരി തന്നെ, പിന്നെ തീരദേശ മേഖലയിലുള്ള ജനസമൂഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം.